ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാവോ ബണ്ണാണ്. അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി കുറച്ച് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. വേവിച്ചിട്ടുള്ള ബീഫിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബീഫ് എടുത്തതുകൊണ്ടാണ് അത് ആദ്യം വേവിച്ചിട്ട് മാരിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് നുള്ളിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുവെള്ളത്തിൽ പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് കുഴച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് 2 പീസസായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരു പീസ് എടുത്ത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. നമ്മൾ കട്ട് ചെയ്തത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും വേവിക്കണ്ട, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാബേജ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തൊലി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോനൈസ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ബീഫ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാവോ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.